ഗുഡ് ആഫ്റ്റർനൂൺ ഡിയേഴ്സ്. നമ്മളിന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഞാനിന്ന് ചോറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ പച്ചമുളക് മാങ്ങ തൈര് സാദം എന്നാണ് ആക്ച്വലി ഇതിന് പേര് പറയുന്നത്. നമ്മുടെ പച്ചമുളകിനെ ഇങ്ങനെ രണ്ടായിട്ട് കീറി അതിലേക്ക് നമ്മളിങ്ങനെ ഉപ്പ് പുരട്ടി വെക്കണം. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. ഇതുപോലെ ഇങ്ങനെ ഉപ്പ് പുരട്ടി വെക്കുക. അതിലേക്ക് എന്നിട്ട് നമ്മളൊരു പാൻ വെക്കുക. പാനിലേക്ക് ചൂടാകുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പച്ചമുളക് അതിലേക്ക് ഇടണം. അതിലേക്ക് ഇടുമ്പോൾ ഈ പച്ചമുളക് ഇങ്ങനെ പൊട്ടിത്തെറിക്കാതെ നോക്കിക്കോണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അതിങ്ങനെ പച്ചമുളക് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും ചൂടാകുമ്പോൾ പൊട്ടിത്തെറിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തേക്ക് മുഖത്തേക്കൊക്കെ ആയിരിക്കും ഇത് പൊട്ടിത്തെറിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് അതിങ്ങനെ ചൂടായിട്ട് അതായത് ഒരു വറുത്ത ലെവലിൽ വരണം. നല്ല ഭംഗിയായിട്ട് എണ്ണയിൽ കിടന്ന് നമുക്കിപ്പം എത്ര പേർക്കാണോ ഭക്ഷണം കഴിക്കേണ്ടത് അത്രയും പേരുടെ പച്ചമുളകാണ് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ 10 പേർക്കാണെങ്കിൽ 10 എണ്ണം. ഇപ്പോൾ നമുക്ക് 20 എണ്ണം ഒരുമിച്ച് വറുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ വറുത്ത് ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ വറുത്ത് കോരുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നമുക്ക് ആവശ്യാനുസരണം അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് തൈര് നന്നായിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന തൈരിലേക്ക് നമ്മൾ ഈ ചൂടായ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതായത് ആ തൈരും കട്ടത്തൈരല്ല, നമുക്ക് കുറച്ച് ചോറിൽ ഒഴിച്ച് കഴിക്കത്തക്ക രീതിയിലുള്ള ഒരു തൈരായിരിക്കണം. ചില വെള്ളം ഒട്ടും ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു രുചി ഉണ്ടായിരിക്കില്ല. അപ്പം ഇങ്ങനെ നന്നായിട്ട് തേച്ച് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഉടയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുക. ആവശ്യത്തിന് നമുക്ക് എങ്ങനെയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് രീതിയിലുള്ള കുറച്ച് മുളക് പൊടി ചേർക്കുക. രണ്ടും കൂടി നല്ല മിക്സായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ തൈര് മാങ്ങ സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറിലേക്ക് ഈ ഒരു പച്ചമുളകും ഈ ഒരു ശകലം തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, ട്രൈ ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വിഭവം ചോറ്, അതുപോലെ തന്നെ നമ്മുടെ അവിയൽ, നല്ല അടിപൊളിയായിട്ട് അവിയൽ വെച്ചിട്ടുണ്ട് ഇന്ന്. പിന്നെ നമ്മുടെ ഈ ഒരു തൈര് സാദമാണ്. അതുപോലെ തന്നെ നല്ല കേരച്ചൂര മീൻ കറി, അടുത്തത് നമ്മുടെ കപ്പ, അടുത്തത് നമ്മുടെ കുറച്ച് മീൻ വറുത്തത്, അതുപോലെ തന്നെ സാലഡ്, പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ അച്ചാറ് പപ്പടം ഉണ്ട്. ഇത് നമ്മുടെ ചിക്കൻ കറി പ്ലസ് നമുക്ക് ബിരിയാണി ഉണ്ടായിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് ചെയ്യുന്നത്. അപ്പം താങ്ക് യു.